നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് ഇത് കേൾക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി മാത്രം ഇരിക്കുക കേട്ടോ. ഞാനും പ്രാർത്ഥിച്ച് മന്ത്രം ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. താഴെ കമൻ്റ് ഇടുക. നിങ്ങൾക്കൊരു നല്ല അനുഭവം തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ ദേവിയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അല്ലേ. 4 ഓഫ് പെൻഡക്കിളാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇങ്ങനെ സ്നേഹിക്കുന്ന ആളാണ്. 6 സോഡ്സ് ആണ്. അകന്നു പോയോ ഒരാൾ? കിങ് കപ്പാണ്. തരാൻ കഴിയാത്തൊരു കപ്പാണ് കേട്ടോ, ചില കാരണങ്ങൾ കൊണ്ട്. കിങ് വാണ്ട്. അപ്പോൾ രാജാക്കന്മാർ 2 ഇവിടെ വന്നു കേട്ടോ, കിങ് കപ്പും കിങ് വാണ്ടും. 3 സോഡ്സ്. മൂന്നാമത്തെ വ്യക്തികളുണ്ടോ ചില ആളുകൾക്കെങ്കിലും? 10 പെൻഡക്കൾ. പാരമ്പര്യം മറികടക്കേണ്ടവരാണ്. പേജ് ഓഫ് വാണ്ട്. ഒരു സമയം വരും കേട്ടോ സ്നേഹത്തിനും സന്തോഷത്തിനും. പേജ് ഓഫ് കപ്പ്. സ്വപ്ന സാക്ഷാത്കാരമാണ്. 4 ഓഫ് കപ്പ്. ഭയങ്കര വിരഹമാണ്. നൈറ്റ് വാണ്ട്. ചില ആളുകൾക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് ബന്ധത്തിൽ നിന്ന്. ഏസ് ഓഫ് വാണ്ട്. ചില ആളുകൾക്ക് വീണ്ടും റീയൂണിയൻ ഉണ്ടാവുകയാണ്. അത്തം, രോഹിണി, തിരുവോണം, അശ്വതി, മകം, മൂലം, മകയിരം, ചിത്തിര, അവിട്ടം. ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്ന. ഇനി നമ്പറുകൾ 4 2 തവണ വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. 10 2 തവണയാണ് കേട്ടോ. 6 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ആദ്യത്തെ കാർഡ് 4 ഓഫ് പെൻഡക്കിളാണ്. ഞാനിതാർക്കും വിട്ടുകൊടുക്കില്ല, ഇതെൻ്റെയാണ്. സ്വാർത്ഥമായ പ്രണയമാണ്. ജീവനിലേക്ക് അടുക്കി പിടിച്ചിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങിയില്ലേ. അമിതമായ കൺട്രോൾ ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ പങ്കാളിക്ക്. നിങ്ങളെ നഷ്ടമാകുമെന്നുള്ള അമിതമായ സ്നേഹം കൊണ്ടുള്ള ഒരു അമിതമായ നിയന്ത്രണം നിങ്ങളെ ഉണ്ടെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഡെവിൾ എനർജിയാണ് നിൽക്കുന്നത്. അസൂയ കലർന്ന പ്രണയമാണ്. എൻ്റെ പങ്കാളി മറ്റാരും സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. അപ്പം സ്നേഹമൊക്കെ ഇവിടെ കുറച്ച് കൂടുതലാണ്. എങ്കിലും നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി ആരോപണം ഉണ്ടായിട്ടുണ്ട്. 2 പേരും അകന്നു പോയിട്ടുണ്ട്. അതാണ് 6 സോഡ്സ് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാവാം, അല്ലെങ്കിൽ അടുത്തറിയുന്നവരാണെങ്കിലും അവരിപ്പോൾ സമാധാനം തേടി മാറിപ്പോയിരിക്കുകയാണ്. നിങ്ങളായിരിക്കാം, അല്ല അവരായിരിക്കാം. അപ്പം ഇങ്ങനെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന, അമിതമായി സ്നേഹിക്കുന്ന ആൾ നിങ്ങളുമാവാം. അപ്പോൾ അവരെ പേടിച്ചിട്ട് അകന്നു പോയതുപോലെയാണ് കാണുന്നത്. കാരണം ഇത് കാണുന്നത് നിങ്ങളാണല്ലോ. നിങ്ങൾക്കാണല്ലോ അങ്ങനെ ജീവനിലേക്ക് ചേർത്ത് വെച്ച പ്രണയം. അതുകൊണ്ടാണല്ലോ എല്ലാ ടാരോ റീഡിങ്ങും നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, അവർക്ക് നിങ്ങൾ സ്നേഹിക്കുന്നത് അമിതമായി തോന്നിയപ്പോൾ, അസാധാരണമായി തോന്നി. അങ്ങനെ ആയപ്പോൾ അവർ അകന്നുപോയി. ഇത്തിരി മനഃശാന്തി വേണം, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഇങ്ങനെ തോന്നിയിട്ട് അവരകന്നു പോയി എന്നാണ് ആദ്യത്തെ 2 കാർഡും പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതിന് ഒരു പരിധി വയ്ക്കുക, ഒരാൾക്കൊരു സ്പേസ് കൊടുക്കുക. അവർ മറ്റൊരു ചുറ്റുപാടിൽ വളർന്നതാണ്. നിങ്ങളെപ്പോലെ മറ്റാരും മനസ്സിലാക്കില്ല അല്ലേ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, ചോദ്യം ചെയ്യുക, തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിക്കുക, ഒരു ദിവസം വിളിക്കാൻ വൈകിയ വയലൻ്റ് ആവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ 4 ഓഫ് പെൻഡക്കിൾ വരുന്നത്. ഇനി പണത്തിന് ദുരാഗ്രഹമുള്ള വീട്ടുകാരുണ്ടെങ്കിൽ വരും. അവരുടെ വീട്ടുകാർ ഇത്തിരി പണത്തിന് ദുരാഗ്രഹമുള്ള ആളാണ്. ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 4 ഓഫ് പെൻഡക്കിൾ വരും. ഇവിടെ നമ്മൾ അവരൊന്നും കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ പങ്കാളിയുടെ എനർജിയും നിങ്ങളുടെ എനർജിയാണ് അല്ലേ. അപ്പം ഇതിൽ അമിതമായി ഒരാൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, മറ്റേ ആൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ അകന്നുപോയി. അതാണ് 4 ഓഫ് പെൻഡക്കിളും 6 സോഡ്സും കൂടി പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കൂ. ഇനി അവർ നിങ്ങളോടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാറിപ്പോയി കഴിഞ്ഞു അല്ലേ. ഇനി വന്നിരിക്കുന്ന കിങ് കപ്പാണ്. കയ്യിലിങ്ങനെ കപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി തന്നെ ആയിരിക്കുക. നിങ്ങളിങ്ങനെ അമിതമായി സ്നേഹിക്കാനും അമിതമായി കൺട്രോൾ ചെയ്യാനും ഏത് സമയത്തും തേർഡ് പാർട്ടിയെ ചൊല്ലി വഴക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനും തുടങ്ങിയപ്പോൾ അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ സ്നേഹം കൊടുക്കണോ അതോ വേണ്ടേ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ആ സ്നേഹം തരണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ. കാരണം അവർ എപ്പോഴും സമാധാനം കിട്ടാതെ അലയാണ്, മാറിപ്പോവേണ്ടി വരികയാണ്. സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ വരുമ്പോഴൊക്കെ
ഒരു മൂന്നാമത്തെ വ്യക്തിയെ ചൊല്ലിയുള്ള കലഹങ്ങളാണ്. അവരെ മനസ്സിലാക്കുന്നില്ല, അന്തസ്സോടുകൂടി പെരുമാറുന്നില്ല. പ്രണയത്തിൽ എവിടെ അന്തസ്സ് അല്ലേ? വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. നീ അങ്ങനെ, നീ ഇങ്ങനെ, നീ എന്നെ സ്നേഹിച്ചില്ല, നീ എന്നെ മനസ്സിലാക്കിയില്ല. ഇതൊക്കെയാണ് ആരോപണങ്ങൾ ഉണ്ടാവുക. നിസ്സാര കാര്യത്തിലാണ് വലിയ യുദ്ധം ഉണ്ടാവുക. അതുപോലെ രണ്ടുപേരും കലഹമായപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഈ കലഹം ഉണ്ടാവുന്നത് എന്നറിഞ്ഞപ്പോൾ ഈ പ്രണയം നിങ്ങൾക്ക് തരണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ് അവർ എന്ന് പറയുന്നത്. കൺഫ്യൂഷനിലാണ്. അപ്പം തന്നിട്ടില്ല കേട്ടോ, കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തതാണെങ്കിൽ കിങ് വാണ്ടാണ്. കിങ് വാണ്ട് എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ രാജാവാണ്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആളൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ അകന്നു പോയിരിക്കുന്നത്. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് തോന്നിയത് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അഹങ്കാരിയായിരിക്കും. ഒരാളുടെ വരുതിയിൽ നിൽക്കാത്ത ആളായിരിക്കും. പ്രത്യേകിച്ച് പുരുഷനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പുരുഷന്മാരെ നമ്മൾ വല്ലാതെ കൺട്രോൾ ചെയ്യാൻ പോയാൽ അവർ നിങ്ങളെ അകറ്റിയിട്ട് അവരുടെ പാട് നോക്കി പോവും. ഇവിടെ സ്ത്രീകളാണ് കാണുന്നത് എങ്കിൽ, ഇനി മറ്റൊരു കുടുംബത്തിൻ്റെ നാഥനും കൂടിയാണെങ്കിൽ നിങ്ങളതൊക്കെ മറന്നു പോവില്ലേ? സ്നേഹിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളിൽ ഇരുന്ന് സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ പങ്കാളികൾക്കിടയിൽ പരിധിയില്ല. അത് ഞാൻ പറയാം. സ്നേഹിക്കാൻ തുടങ്ങിയ നമ്മുടെയാണ് എന്ന ചിന്തയാണ്. അത് മറ്റൊരു കുടുംബത്തിൻ്റെ നാഥനാണെന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കുടുംബത്തിൻ്റെ കുടുംബിനിയാണെന്നോ ഒക്കെ നമ്മൾ മറക്കൂലേ? സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഇത് സോൾ കണക്ഷൻ കൂടിയായ പിന്നെ നോക്കും വേണ്ട. അവരുടെ ഒരു വാക്കിന്, അവരുടെ ഒരു സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിങ്ങനെ പുറകെ നടക്കുകയാണ്. അങ്ങനെ സ്വാർത്ഥമായി സ്നേഹിച്ച് മറത്ത് അടുക്കി പിടിച്ച് അതിൻ്റെ ജീവൻ അങ്ങ് കളയുകയാണ്. അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ താലോലിക്കേണ്ട അല്ലെങ്കിൽ അതിനൊരു ശ്വാസം വിടാനുള്ള സമയം കൊടുക്കേണ്ട കാര്യം പ്രണയം, അതിനെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ കാർഡും പിന്നത്തെ കാർഡും അതിൻ്റെ പിന്നത്തെ കാർഡും പറയുന്നത്. ഇനി വന്നിരിക്കുന്ന അഹങ്കാരിയായ രാജാവാണ്. നിങ്ങളുടെ പരിധിയിൽ കിട്ടുന്ന ആളല്ല. സ്നേഹം വേറെ, വ്യക്തിത്വം വേറെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. നിങ്ങൾ അമിതമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പോയാൽ അവർ ചെയ്യുന്നത് എന്താണെന്നറിയാം? അന്തർമുഖനായി മാറുകയാണ്. പിന്നെ ഒന്നുകിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല, കണ്ടഭാവം നടിക്കില്ല. അതാണ് ഈ അഹങ്കാരത്തിൻ്റെ പുറകിലുള്ളത്. അവർ വിചാരിക്കുക ആ കിടന്ന് വിളിക്കട്ടെ, കുറച്ച് കഷ്ടപ്പെടട്ടെ, എന്നെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യല്ലേ, എപ്പോഴും എനിക്ക് തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ള ആരോപണമല്ലേ, കുറച്ച് സങ്കടപ്പെടട്ടെ, കുറച്ച് കരയട്ടെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ് കിങ് വാണ്ട്. അപ്പം ഇവിടെ സോഴ്സ് എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിന്തകൾക്കൊരു മാറ്റം വരണം. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് വിഷമുണ്ട് അല്ലേ? കാളിയനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സർപ്പം എന്ന് പറഞ്ഞ പ്രലോഭനത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങളിങ്ങനെ പ്രലോഭനത്തിൽപ്പെട്ട് അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. സർപ്പത്തിന് അങ്ങനെ ഒരു കഴിവ് കൂടിയുണ്ട്, ചുറ്റി വരിയും. അത് ഈ സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് ചുറ്റി വരിയുന്നത് വിഷമാണ് അല്ലേ? അത് കടിച്ചു കഴിഞ്ഞാലോ മരിക്കും. അതാണ് ഞാൻ മരണത്തിനെ കുറിച്ച് പറയാൻ കാരണം. ഇവിടെ പ്രണയത്തിൻ്റെ മരണം നടന്നപ്പോഴാണ് അവരകന്നു പോയിരിക്കുന്നത് അല്ലേ? പ്രണയം ഇങ്ങനെ സാധാരണ നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് അസാധാരണമായ നിയന്ത്രണങ്ങളും സ്നേഹവും കൊണ്ടുവന്നത്. ഇവിടെ സ്നേഹമാണ് കൂടുതലായിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അധികമായാൽ അമൃതം വിഷമാണ്. ഇവിടെ അമൃത വിഷമായി മാറിക്കഴിഞ്ഞു അല്ലേ? ഇപ്പം ഇവിടെ സർപ്പമാണ് ചുറ്റി വരിങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു ചുറ്റി വരിങ്ങിയ സർപ്പമായി അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ മെല്ലെ തടി കഴിച്ചിലാക്കാൻ നോക്കി. അതാണ് സംഭവം. എനിക്കിതിൽ തുടരാൻ പറ്റില്ല. ഇങ്ങനെ കൺട്രോൾ ഇഷ്യൂ ഉള്ള ഒരാളുടെ കൂടെ എനിക്ക് ജീവിതകാലം മുഴുവൻ പങ്കിടണ്ട, ഇങ്ങനെ അവർ ചിന്തിച്ചാൽ എന്താണ് അതിൽ തെറ്റ്? അപ്പം നിങ്ങളിങ്ങനെ സർപ്പത്തിൻ്റെ പോലെ വരിഞ്ഞു മുറുക്കാതിരിക്കുക. അതിനാണ് ഞാൻ പല ബിംബങ്ങളും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരുന്നത്. ആ വ്യക്തിയെ അവരുടെ ലോകത്ത് കയറി നിയന്ത്രിക്കുക, അവർക്ക് ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അവരാരോട് സംസാരിച്ചാൽ അതൊക്കെ തേർഡ് പാർട്ടിയാണെന്ന് വിചാരിക്കുക, നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടൂ എന്നുള്ള നിബന്ധനകൾ വയ്ക്കുക. ഇതൊക്കെ പങ്കാളിയിൽ ശ്വാസം മുട്ടലും ഇതൊരു മരണമായിട്ട് കണക്കാക്കലുമാണ്. ഞാനെന്നൊരു വ്യക്തി ഇല്ലേ, അവർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ചിന്തിക്കില്ലേ? അപ്പം പ്രണയം പോയിട്ട് പകയായി വിഷമായി മാറാൻ തുടങ്ങി. അതാണ് ഇവിടെ ആദ്യത്തെ 4 കാർഡ് പറയുന്നത്. കിങ് വാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ദേഷ്യമാണ്, പകയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ കയ്യിലുള്ള കപ്പ് തരുന്നില്ല എന്ന് വിചാരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങളോട് കുറച്ച് ദേഷ്യം കൂടിയായി. ഇതിന് കാരണം എന്താണ്? നിങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. നിങ്ങൾ അവരെ സ്നേഹിച്ച് കൊല്ലാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ള ആരോപണമാണ്. എത്ര കേൾക്കും ഒരാൾ?
ഏത് കാര്യത്തിനായാലും മാറിപ്പോയാലും അതൊക്കെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ശൃംഗാരമാണെന്ന് ഒരാൾ ആരോപിക്കുകയാണെങ്കിൽ എത്ര സമയം കേൾക്കാൻ പറ്റും? എനിക്കൊക്കെ ആണെങ്കിൽ ഒരു വട്ടം പോലും കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. മനസ്സിലാക്കുക, നമ്മൾ നിരപരാധിയാവുക. നമ്മൾക്ക് ഒരു വ്യക്തിയോട് പ്രണയമുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ താല്പര്യം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ പ്രതികരണം എന്ന് എനിക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ്, അയാൾ നിരപരാധിയാണ്, അയാൾക്ക് തേർഡ് പാർട്ടിയൊന്നുമില്ല. നിങ്ങളെപ്പോഴും ഇങ്ങനെ അവരെ കയ്യിൽ കിട്ടാതാവുമ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങളുടെ അസാധാരണമായ സ്നേഹം അവർക്ക് സഹിക്കാൻ പറ്റാതായി. അപ്പം ഈ സ്നേഹം, അവരുടെ കയ്യിലുള്ള സ്നേഹം നിങ്ങൾക്ക് തരാതായി, നിങ്ങളോട് അന്തർമുഖനായി. മറ്റുള്ള ആളുകളോടൊക്കെ അവർ ഓക്കെയാണ്, പക്ഷെ നിങ്ങളോട് മാത്രം സംസാരിക്കില്ല, നിങ്ങളുടെ കോളുകൾ എടുക്കില്ല, നിങ്ങളുടെ മെസ്സേജുകൾ നോക്കില്ല, നിങ്ങൾക്കൊരു മറുപടി തരില്ല. അതേ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ അഹങ്കാരത്തോടു കൂടി നിങ്ങൾക്ക് മറുപടി തരാതെ നിങ്ങളെ വേണ്ടെന്ന നിലയ്ക്ക് പെരുമാറുമ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് 4 ഓഫ് കപ്പ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ ഇത്രയും സ്നേഹിക്കേണ്ട അവരെ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ഞാൻ വഴക്ക് പറയുകയല്ല, നിങ്ങളുടെ ഭാഗത്ത് വരുന്ന ചെറിയ ചില തെറ്റുകൾ കാരണമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. നിങ്ങളൊന്നാ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയ്ക്കൊക്കെ സ്നേഹിച്ചിട്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇവിടെ കാണിച്ചു തരുന്നത് ഇത്രയ്ക്കൊന്നും നിങ്ങൾ സ്നേഹിക്കേണ്ട എന്നുള്ളതാണ്. അപ്പം ഇനി അവർ മാറിപ്പോയി കഴിഞ്ഞാൽ, അവർ കുറച്ച് നെഗറ്റീവായി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടമാണ് 4 ഓഫ് കപ്പ് പറയുന്നത്. നിങ്ങൾ അത്രയ്ക്ക് അവരെ പ്രണയിക്കുന്നുണ്ട്. ഇവിടെ കൊല്ലുന്ന പ്രണയമാണല്ലോ. അപ്പം നെഞ്ചോട് അടുക്കി പിടിച്ചാണല്ലോ അത് ചത്തുപോയത്, എന്തായാലും ഏതെങ്കിലും ഒരു ജീവിയാണെങ്കിൽ. അപ്പം അതുപോലെ പ്രണയം നെഞ്ചോട് അടുക്കി അതങ്ങ് നഷ്ടമായി അല്ലേ? അതിന് ഓവറായി കൺട്രോൾ ചെയ്യരുത്. നമ്മുടെ മറുപുറത്ത് നിൽക്കുന്ന ആൾ ഷീ ഓർ ഹി ആരുമാവാം, അവർക്കൊരു സ്പേസ് കൊടുക്കൂ എന്നാണ് ഇന്നത്തെ നിർദ്ദേശം. അത് കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, എന്നാൽ നിങ്ങളെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന വാച്ച് ചെയ്യുന്ന ആരുണ്ട്? നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുണ്ടെന്ന് പറയുന്നത്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരാളാവണമെന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒന്നാവാൻ അയക്കാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ടാരോ റീഡിങ് കാണുന്നത് പങ്കാളിക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് വിചാരിച്ചാണല്ലേ? ചിലരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് അഹങ്കാരിയായ പങ്കാളി നിങ്ങളെങ്ങനെ അവഗണിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണിച്ചു തന്നെ. അപ്പോൾ വഴക്കിൻ്റെ രൂപത്തിലായാലും ഉപദേശത്തിൻ്റെ രൂപത്തിലായാലും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങളുടെ ഈ സങ്കടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നു നൈറ്റ് വാണ്ടിലേക്ക് വന്നു അവരുടെ മനസ്സ്, കിങ് വാണ്ടെന്ന്. ഇത് വേണ്ട, ആദ്യം വിചാരിച്ചു ഇത് കൊടുക്കണോ വേണ്ടേന്ന് ചിന്തിച്ചു അല്ലേ? കിങ് കപ്പ്, കിങ് വാണ്ട് പറഞ്ഞു അന്തർമുഖനായി എന്ന്, നിങ്ങളോട് തീരെ മൈൻഡ് ചെയ്യാതായി എന്ന്. ഇനി അടുത്ത തീരുമാനമാണ് നൈറ്റ് വാണ്ട്, മടങ്ങിപ്പോയി കളയാം, ഇനി ഈ ബന്ധത്തിൽ ഞാൻ തുടർന്നാൽ എനിക്ക് ഭ്രാന്താവും, ഇങ്ങനെ അവർ ചിന്തിച്ചു. ഇവിടെ 3 വന്നിട്ടുണ്ട്. അത് ഉന്മാദത്തിനെയാണ്, മാനസിക രോഗത്തിനെയാണ് പറയുന്നത്. നിങ്ങൾക്കത് കുറച്ചുണ്ട്, ഇല്ലയെന്ന് പറയില്ല. ഡിപ്രഷൻ ഉണ്ട്. അവർ വിചാരിച്ചു ഇതിൽ ഞാൻ തുടർന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാനിതിൽ നിന്ന് മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ മടങ്ങി പോകുന്നതാണ് നൈറ്റ് വാണ്ട് കാണിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുത്തിമുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ചോര വാർന്നു പോകുന്ന ഒരു ഹൃദയം നമ്മൾ കണ്ടത്. ഇനി ദുഃഖിച്ചിരിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. കർക്കിടകം രാശിയാണ്, പിന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. അവരുമായി സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം അവർ കുറച്ച് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ അമിതമായി സ്നേഹിക്കാൻ തുടങ്ങി, കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ശ്വാസം കിട്ടാതെ പെടയുന്ന ഒരു പ്രണയവുമായി അവർ മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായോ? അത് അന്യ കുടുംബത്തിലിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ അവിവാഹിതരാവാം, ഇനി ഭർത്താവ് തന്നെ ആവാം, അല്ലെങ്കിൽ ഭാര്യ തന്നെയാവാം, ഷീ ഓർ ഹി ആരുമാവാം. അവരെങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്കൊരു സ്പേസ് ഉണ്ട്. അവർ വളർന്നു വന്ന സാഹചര്യം മറ്റൊന്നാണ്. അവർ പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും ചിന്താഗതി 2 രൂപത്തിലാണ്. അപ്പം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മാറാനേ കഴിയുള്ളൂ, അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. അവരോട് പൊരുത്തപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് പറയുന്നത്. അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, അവർ നിങ്ങളിൽ കണ്ടെത്തുന്ന നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രണയത്തിൽ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക, സ്നേഹിക്കുന്നതും ഒന്ന് കുറയ്ക്കുക. ആദ്യം അവനവനെ സ്നേഹിക്കുക, എന്നിട്ട് 2ാം സ്ഥാനം മാത്രം അവർക്ക് കൊടുത്താൽ മതി കേട്ടോ.
ഇനി വന്നിരിക്കുന്നത് 10 പെൻറ്റക്കളാണ്. പാരമ്പര്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ 2 ജാതിയോ 2 മതമായിരിക്കും, അതുകൊണ്ട് മടങ്ങിപ്പോയതുമാവാം. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളുടെ കൺട്രോൾ ഇഷ്യൂ കൊണ്ടാണ് അവർ മാറിപ്പോയത് എന്നാണ്. ഇനി വീട്ടുകാർ സമ്മതിക്കുന്ന വിവാഹം നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഈ കാരണം കൊണ്ട് അകന്നു പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. 2 ജാതി 2 മതമാണ്, വീട്ടുകാർ സമ്മതിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരും എന്നും പറയുന്നുണ്ട്. ഇനി സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ പറയുന്നുണ്ട്, ജോലിയിലത്തെ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്ന് മൂൺ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. ഗ്രഹണ സമയമാണ് ഇവിടെ കാണുന്നത്. വിഷമാണ് മനസ്സിൽ, അവരുടെയും നിങ്ങളുടെയും. നിങ്ങൾക്ക് സംശയത്തിൻ്റെയും വേദനയുടെയും വശമാണെങ്കിൽ അവർക്ക് വേണ്ട എന്നുള്ള തോന്നലിൻ്റെയും കുറച്ച് അഹങ്കാരത്തിൻ്റെയും വശമാണ്. അവർ തീരുമാനം എടുക്കുകയാണ്, ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനം എടുക്കുകയാണ്. അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണെങ്കിൽ അത് മാറ്റൂ എന്നാണ് ഇന്ന് ഇവിടെ തന്നിട്ടുള്ള റീഡിങ്. എന്നാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അമിതമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാതിരിക്കുക, തേർഡ് പാർട്ടിയുടെ ആരോപണങ്ങൾ അവരിൽ പ്രയോഗിക്കാതിരിക്കുക, അവരെ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനും ആ പഴയ പ്രണയ ദിവസങ്ങളില്ലേ അത് വീണ്ടും നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പേജ് ഓഫ് വാണ്ട് സന്ദേശം വരുമെന്നാണ് ഇത് പറയുന്നത്. ഇനി പേജ് കപ്പാണ്. അപ്പോൾ അവരങ്ങ് അകന്നു പോയി എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതിരിക്കുക, ഉന്മാദത്തിലേക്ക് പോവുക, വിഷാദ രോഗത്തിലേക്ക് പോവുക, ഇതൊന്നും വേണ്ട. അവർ വരും. കുറച്ച് സമയം കൊടുക്കുക, ആലോചിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും. നിങ്ങളുടെ അമിതമായ സ്നേഹമാണെന്ന് അവർ ഉള്ളിൽ തോന്നിയിട്ട് നിങ്ങളിലേക്ക് വരാൻ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്ന് അവർക്ക് തോന്നും. അതിനുള്ള സമയമാണ് അവർ ചോദിക്കുന്നത്. അതാണ് 6 സോഡ്സ് പറഞ്ഞത്, മനഃശാന്തിയുടെ കാലഘട്ടം എന്നറിയുന്നത്. അപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും മനഃശാന്തി കിട്ടിയില്ല. അത് നിങ്ങളുടെ കുറവാണല്ലോ, അത് മാറ്റുക. ഇനി അവർ വന്നു കഴിഞ്ഞാലും കൺട്രോൾ ഓവറായിട്ട് ചെയ്യാതിരിക്കുക. അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, അത് കൊടുക്കുക. അവർ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ. സോൾ കണക്ഷനാണ് മീനം രാശി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നേക്കുമായി നിങ്ങളെ തള്ളിക്കളഞ്ഞു പോകാനൊന്നും അവർക്ക് സാധിക്കില്ല. നിങ്ങൾക്കൊരു ദിവസമുണ്ട്, സ്വപ്ന സാക്ഷാത്കാരമുണ്ട്. അവസാനിച്ചു എന്ന് കരുതിയത് റീയൂണിയനിലേക്ക് വരും. അതാണ് പേജ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മാരീജൻ്റെ പിറകെ ഇങ്ങനെ പോവുകയാണല്ലേ. ഞാനെന്നും പറയാറില്ലേ ഒരു മാരീജനെ കുറിച്ച്. അത് നമ്മളെ മോഹിപ്പിച്ച് പിറകെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ തനി രൂപം കണ്ട് നമ്മൾ ബോധമറ്റി വീഴണം അല്ലേ. അതുപോലെയാണ് പ്രണയം എന്ന് പറഞ്ഞാലും നമ്മളെ ഇങ്ങനെ മോഹിപ്പിച്ച് സ്വപ്നം കാണിച്ചു തന്ന് എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിച്ചു തന്ന് അടുത്തേക്ക് എടുക്കുമ്പോഴാണ് അതറിയുന്നത് നമ്മളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാനോ വന്നൊരു രാക്ഷസീയ രൂപമാണെന്ന്. അപ്പം പ്രണയം എന്ന് പറഞ്ഞത് അത്ര മനം മയക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മൾക്ക് ഒരുപാട് ട്രോമ തരുന്നൊരു കാര്യമാണ്. അതിന് ഇത്തരം സ്വഭാവം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയാക്കാം ജീവിതകാലം മുഴുവൻ കരയാന്ന്. അപ്പം നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക, പങ്കാളിയെ കൺട്രോൾ ചെയ്യേണ്ട കേട്ടോ, നിങ്ങളുടെ മനസ്സിനെ. അപ്പം നമ്മൾ ശിവനെ കുറിച്ച് പറയാറുണ്ടല്ലേ. ശിവൻ എന്താ ചെയ്യുക? ഒരു പാമ്പിനെ കഴുത്തിലിട്ടൂലേ, ഒരു പാമ്പിനെ ജടയിൽ കെട്ടിവെച്ചു, ഗംഗാദേവിയെ ജടയിൽ, ചന്ദ്രൻ അതും ജടയ്ക്കുള്ളിലാണ് അല്ലേ. അപ്പം ഇതൊക്കെ എന്തിനാണ് അർത്ഥമാക്കുന്നത്? ഇനി രുദ്രാക്ഷമാണ് അണിഞ്ഞിരിക്കുന്നത്. രുദ്ര അക്ഷം അല്ലെങ്കിൽ അക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ കണ്ണുനീരാണ് എന്നൊരർത്ഥമുണ്ട്. ഇനി ലക്ഷ്യം എന്നാണ്, ശിവൻ്റെ ലക്ഷ്യത്തിനെയാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അവരെ സ്വന്തമാക്കുന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾക്ക് എങ്കിൽ അതിന് കുറച്ച് കരയൊക്കെ വേണ്ടി വരും. പക്ഷെ നിങ്ങൾ ആ വഴിയിൽ നിന്ന് മാറിപ്പോവാതിരിക്കുക, പങ്കാളിയെ അമിതമായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുക. ഇനി മറ്റേത് പാമ്പ് അല്ലേ, നിങ്ങളെ ചുറ്റി വരികയുന്ന ആ മോഹത്തിൻ്റെ പാമ്പ് അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ പാമ്പ്, അതും അല്ലെങ്കിൽ സംശയത്തിൻ്റെ പാമ്പ് അല്ലേ, അത് കണ്ടു. ശിവൻ എന്താ ചെയ്തത്? ഇനി കാമം കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ. ശിവൻ എന്താ ചെയ്തത്? അത് അകത്തല്ല വെച്ചത്, നമ്മുടെയൊക്കെ ഉള്ളിലാണ് അതിരിക്കുന്നത്. അതിനെ എടുത്ത് കഴുത്തുകൂടെ അങ്ങ് ചുറ്റി വരിക. അതെ, എൻ്റെ മനസ്സിൽ അത് ബാധിക്കണ്ട. അപ്പോൾ കാമത്തിന് കീഴടക്കാൻ കഴിയാത്ത ആളാണ്, കാമാരിയാണ് ശിവൻ. അയാളെ ഒരു മോഹത്തിനും കീഴടക്കാൻ കഴിയില്ല. അതുപോലെ വേണം നമ്മളുടെ കാമക്രോധ മോഹങ്ങൾക്ക് നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. ഇനി ഗംഗാദേവി ജടയ്ക്കുള്ളിലാണ് അല്ലേ. ഗംഗാദേവി എന്ന് പറഞ്ഞ ജടേന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? തോന്നുന്ന വഴിക്ക് ഒഴുകുന്നവളാണ്. അപ്പം ഈ വെള്ളം എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളെയാണ്. അപ്പം ശിവൻ അവിടെ കൺട്രോൾ ചെയ്തു. ജടയ്ക്കുള്ളിൽ അവിടെ കിടക്ക്, അങ്ങനെ ചിന്തകളുടെ പിറകെ ഓടി നടക്കാൻ എനിക്ക് സമയമില്ല.
കാമത്തിനെ അവിടെ വരുതിയിലാക്കി, ചിന്തകളെ അവിടെ വരുതിയിലാക്കി. ഇനി മനസ്സാണ്, മൂണെന്ന് പറഞ്ഞാൽ മനസ്സാണ്. അവിടെ കിടക്ക്, ജടയ്ക്കുള്ളിൽ കിടക്ക് എന്ന് പറഞ്ഞ് മനസ്സിനെ അവിടെ തടവിലാക്കി. അപ്പം അതെല്ലാം പുറത്താണ്. ശിവൻ്റെ ഈ കാര്യങ്ങളെല്ലാം ശരീരത്തിന് പുറത്താണ് അല്ലേ. നമ്മളിതെല്ലാം ഉള്ളിലാണ് കൊണ്ടു നടക്കുന്നത്. നമ്മൾ ചിന്തകളുടെ പുറകെ ഇങ്ങനെ അലഞ്ഞു തിരിയും. ഗംഗാദേവി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്, മായാ ഭഗവതി കൂടിയാണ്. അപ്പം നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെങ്ങനെ വലയ്ക്കുകയാണ്, നമ്മളെങ്ങനെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടിരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ശിവനെ കണ്ണുനീര് ഒഴുക്കാനും സമ്മതിക്കില്ല. കാരണം ശിവൻ അതിനെ വരുതിയിലാക്കിയിട്ടാണ് മാലയായി അണിഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ പിറകിൽ കണ്ണുനീര് വാർത്തിരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് ശിവൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ശിവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരമമായ സത്യത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അല്ലേ. ബ്രഹ്മം അറിയുക, ദൈവത്തിൽ ലയിക്കുക, പരമാത്മ ചിന്ത. അല്ലാതുള്ള കാമക്രോധ മോഹങ്ങളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യത്തിനെയും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ ശിവൻ നമുക്ക് തരുന്ന എല്ലാ അടയാളങ്ങളും. അപ്പം അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ പാമ്പ് ഇങ്ങനെ ചുറ്റി വരികയാണ്, അത് നമ്മുടെ മനസ്സിലാണ്. അതോടുകൂടി നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണീര് വാർത്തിങ്ങനെ ലക്ഷ്യബോധം മറക്കുകയാണ്. ലക്ഷ്യം മറക്കരുത് എന്നാണ് രുദ്രാക്ഷം എന്നുള്ള ആ ഒരു മാലയുടെ അർത്ഥം. അപ്പം നമ്മളെ ലക്ഷ്യബോധം എന്താണ്, അവരെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വരുതിയിലാക്കേണ്ടത് ചിന്തകളെയാണ്, രണ്ടാമത് മനസ്സിനെയാണ്, ഇനി കാമത്തിനെയാണ്. കാമം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തൃഷ്ണ മാത്രമല്ല, പല കാര്യങ്ങളെ കാമം എന്നാണ് പറയുക, കാമനകൾ എന്നാണ് പറയുക. അപ്പം ഈ കാമനകളെ നമ്മൾ വരുതിയിലാക്കിയാലാണ് പ്രണയം എന്ന ആ സത്യം, അതാണ് ശിവൻ. ഇനി ശിവൻ ദേഹം മുഴുവൻ ഭസ്മം തേച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അതും ഒരു പ്രതീകാത്മകമായ കാര്യമാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ പോയാലും എത്രയൊക്കെ വലിയ ആളായാലും അവസാനം മരണത്തിന് കീഴടങ്ങുന്നു എന്ന ഒരു സന്ദേശമാണ് ഭസ്മം തരുന്നത്. ഇനി തൃശൂലം കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ. കാമക്രോധ മോഹങ്ങള്, സത്ത് രജോ തമോ ഗുണങ്ങളാണ് തൃശൂലത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ തന്നെ മനസ്സിനെ നമ്മളങ്ങ് വരുതിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നേടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കാൽച്ചൂട്ടിലാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ദൈവമാണ് ശിവൻ. അല്ലാതെ ജടയിൽ ഒരു പാമ്പിനെ ചുറ്റി, അല്ലെങ്കിൽ ഒരു ഗംഗാ ഭഗവതി ഇട്ടു, അല്ലെങ്കിൽ നിലാവിനെ തലയിൽ ചൂടി രുദ്രാക്ഷം അടിഞ്ഞു, ഇതൊന്നല്ല അതിനർത്ഥം. നമുക്ക് ലക്ഷ്യബോധം വേണം, ചിന്തകൾക്ക് പിറകെ പായാതിരിക്കുക, മനസ്സിനെ വരുതിയിലാക്കുക, കാമനകളെ വരുതിയിലാക്കുക, ഇതാണ് പറയുന്നത്. ഇനി മരണം എന്ന സത്യത്തിനെ അംഗീകരിക്കുക, ഇതൊക്കെ തരുന്നതാണ് ശിവൻ എന്ന നമ്മുടെ ദൈവം സങ്കല്പം. അത് മനസ്സിലാക്കുക. ഇവിടെ എന്താണ് നിങ്ങൾക്ക് പഴച്ചതെന്നറിയോ? നിങ്ങളുടെ ചിന്തകളുടെ പിറകെ നിങ്ങൾ പോയി. ഇനി നിങ്ങളെ വരിങ്ങി മുറുക്കുന്ന ചിന്തകളിൽ മിക്കവാറും അവരെ തെറ്റിദ്ധരിക്കുകയാണ്. ഇനി അമിതമായി സ്നേഹിക്കുക, അതും നിങ്ങൾ ചെയ്തു. ഇതൊന്നും പാടില്ല. നിങ്ങളുടെ മനസ്സെപ്പോഴും നിങ്ങളുടെ കൈപ്പിടിയിൽ നിൽക്കണം. അത് മാറിപ്പോയി അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, അവിശ്വസിക്കാൻ തുടങ്ങി, നിങ്ങളെ തന്നെ നിങ്ങൾ പീഡിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ പിറകെ നിങ്ങൾ പോവരുത് എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടിയെ ചൊല്ലിയുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ നിങ്ങളുടെ പ്രണയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകൂ എന്ന് തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് മെസ്സേജ് എടുക്കാം. റീകൺസിലേഷൻ ഉണ്ട്. സോൾമേറ്റ് ആണ്, ഹോപ്പുണ്ട്, പ്രതീക്ഷ, ഇതൊക്കെയാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഒരിക്കലും ഒന്നാവാൻ കഴിയാത്ത പ്രണയമുണ്ട്, അതാണ് രാധയും കൃഷ്ണനും. ദമ്പതികളാണെങ്കിൽ റീയൂണിയനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു അല്ലേ. നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ ഇത്തിരി ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്തിട്ട് മാറിപ്പോയതായിട്ടാണ്. അങ്ങനെ ചെയ്യാതിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ ഹാർട്ടിന് പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. ചുമ, ബ്രോങ്കൈറ്റിസ് വന്നിട്ടുണ്ട്, ന്യൂമോണിയ ഒക്കെ വന്നിട്ടുണ്ട്, ബോഡി പെയിൻ, പനി വന്നിട്ടുണ്ട്, കൊറോണ വീണ്ടും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. മരണമൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾ പേടിക്കേണ്ടെന്ന് വിചാരിച്ച് പറയാതിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലെ അപകടമൊക്കെ പറയുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പലയിടത്തും വെള്ളം കയറി, അതായിരിക്കാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിലെ അപകടങ്ങൾ കാണിച്ചു തന്നിരുന്നത്. കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എനിക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്
ഇത് എന്നോട് പറയാൻ പറയുന്ന കേട്ടോ. അപ്പം ഇതൊക്കെ പ്രപഞ്ചമാണ് എന്നോട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് കരിയർ നോക്കാം. ഇവിടെ വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, തപാൽ വകുപ്പ്, നിയമം, പോലീസ്, പട്ടാളം ഇത് വന്നിട്ടുണ്ട്, ഭൂമി സംബന്ധമായ ജോലികളും വന്നിട്ടുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു യാത്ര വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്, കയ്യിൽ കുറച്ച് പണം വന്നു ചേരും, സന്ദേശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ആഗ്രഹ സാഫല്യങ്ങളാണ് പറയുന്നത് കേട്ടോ. റീയൂണിയനൊക്കെ പറയുന്നുണ്ട്, പങ്കാളി ഇന്ന് കോണ്ടാക്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ചില ആളുകളെ ഇന്ന് കോണ്ടാക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്തവരൊക്കെ അൺബ്ലോക്ക് ചെയ്യും, അങ്ങനെയുള്ള അസന്തോഷ വാർത്തകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. പേയ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. സോൾമേറ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ചില ആളുകൾ. എന്തായാലും ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഫ്ലർട്ട് ഉണ്ട്, അതുണ്ടല്ലോ. റിട്രീറ്റാണ്, മടങ്ങിപ്പോയി. എഫർട്ട് എടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പരസ്പരം മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത്. റീകൺസിലേഷൻ ഉണ്ട്. അപ്പം റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോ? ഏതൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. കഥ പറയുന്നതിൻ്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പുറകെ പോവാതിരിക്കുക, നമ്മുടെ പുറകെ മനസ്സിനെ വരുത്തുക. ഇപ്പം അർത്ഥം മനസ്സിലായോ? അവരെക്കുറിച്ച് സംശയിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് മാറിപ്പോവുക, എഴുന്നേറ്റ് പോവുക, എന്തെങ്കിലും പണി നോക്കുക. അവർ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്, ഇങ്ങനെ അങ്ങ് ഉറച്ച് വിശ്വസിക്കുക. ഇനി ഞാൻ അവർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വഴക്കിടില്ല, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, പ്രതിജ്ഞ എടുക്കുക. ഇത് രണ്ടും ചെയ്താൽ നിങ്ങളുടെ പ്രണയം സ്വർഗ്ഗതുല്യാവും. ഇങ്ങനെ തേർഡ് പാർട്ടിയെ ചൊല്ലിയിട്ട് വഴക്കടിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കുക, അവരെ ടെൻഷൻ അടുപ്പിക്കുക, ഇതൊക്കെ ചെയ്യാതിരുന്നാൽ മതി. അതാണ് ഞാൻ ശിവനെയും ഒക്കെ ഇവിടേക്ക് എടുത്തിടാൻ കാരണം. ഇപ്പം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഐ മിസ് യു എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി, മാരേജ്, തേർഡ് പാർട്ടിയുള്ള ചില ആളുകളുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടെന്ന ആരോപണമായിരിക്കുക. സുഹൃത്ത് മാത്രമായവരുണ്ട്. തേർഡ് പാർട്ടി സുഹൃത്താണ്, അല്ലാതെ പ്രണയം പങ്കുവയ്ക്കാൻ വന്ന ആളല്ല. സാധാരണത്തെ പോലെ തന്നെ പറയട്ടെ, നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുള്ള പ്രണയമാണെങ്കിൽ, അവരും നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ ഈ പ്രണയം സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, നെഗറ്റീവ് ചിന്തകളെ ആട്ടി ഓടിക്കുക കേട്ടോ. അപ്പം തന്നെ പകുതി നേരാവും എല്ലാവരും.